ഇത്രയും ബന്ധം ഉണ്ടായിട്ടും ഇത് ചെയ്തിട്ട് ആർക്കും പിടികൊടുക്കാതെ കടന്നു കളയാനും മാത്രം ധൈര്യമുള്ള ഏത് നായിന്റെ മോൻ അവിടെ ഉള്ളതെന്ന് എനിക്കറിയണം. വീടില്ല ഞാൻ. സാമിക്ക് വല്ല പൊടിയും കിട്ടണുണ്ടോ? എനക്ക് ഡൗട്ട് അവനേട്ടാ. ആരെ? അവനെ അണ്ട് ഉണ്ണി കിട്ടുന്നേ. അതങ്ങനെ അവന്റെ കൈ വിലങ്ങും വെച്ച് ജീപ്പ് കയറ്റി കൊണ്ടുവിടും നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ടതില്ലേ? വിലങ്ങും ജയിലും ഒന്നും അവന് പുരുഷല്ലേ. അവൻ വെറും കൃഷ്ണൻ കിടയാട്, മായ കൃഷ്ണൻ. കൃഷ്ണൻ പുരണ്ടതേ ജയിലിലെട്ടാണ്, തെരിയുമാ? പടച്ചോനെ, അവനെ ജീവനോടെ വിട്ടത് കുഴപ്പമാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. കണ്ണടച്ചു തുറക്കണ നേരം പോലെ വീടിന് ഇവിടെ എത്താൻ. അപ്പോ ഷാരൂൺ ഭായിയെ കൊന്നത് അവൻ തന്നെയാണെന്ന് സ്വാമിക്ക് ഉറപ്പാണോ? ഇല്ല, എവിഡൻസ് ഇല്ല. ആണാ സംതിങ് റാങ് സംവയർ. ആരുടെയെങ്കിലും ഹെൽപ്പ് ഇല്ലാമേ അവനത് ചെയ്യാൻ പറ്റില്ല. എനിഹാവ് ഡിവൈഎസ്പി അനിരുദ്ധിനെ കൊണ്ടൊരു സീക്രട്ട് എൻക്വയറി നടത്തിയാൽ. ബട്ട് വൺ തിങ്, അവൻ തന്നെയാണ് ഷാരൂണിന്റെ കട കഴിച്ചതെങ്കിൽ അടുത്ത ടാർഗറ്റ് നമ്മളിൽ ആരെങ്കിലും ആയിരിക്കും. ഈ ഇരിക്കുന്ന സ്ഥലം ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണോ? കഴിഞ്ഞ മാസത്തിൽ കുറെ ദിവസം കാറ്റ് ഫാമിലായിരുന്നു പണി. കാറ്റ് ഫാമോ? ആ അതെ, ജയില് വക പശുക്കൾ നോക്കുന്ന സ്ഥലേ കാറ്റിൽ ഫാം. അത് തന്നെ. അത് ഈ കോമ്പൗണ്ടിന് പുറത്താ. പശുക്കളെ കുളിപ്പിച്ച് ചാണകം വാരി മനുഷ്യന്റെ ഉപ്പാട് വരും. എന്നാലും പുറത്തിറങ്ങി ഫ്രഷ് ആയിട്ട് ഏറ് ശ്വസിച്ച് തീവണ്ടി കയറി പോവാല്ല. അതാണ് ഒരു സന്തോഷം. തീവണ്ടിയില്ലോ? പടച്ചോനെ, ഈ ജയിലിൽ വന്നിട്ട് അതൊന്നും അറിഞ്ഞൂടെ? 12 മണിക്ക് ഒരു തീവണ്ടി ഉണ്ടായിരുന്നില്ല. അതെ, ഇത് കണ്ട ഈ പരിപാടിയായിട്ട് ഇവിടെ തീവണ്ടി കണ്ട, അതിലിങ്ങനെ ചാടി കയറുന്നിട്ട് വെള്ളത്തിൽ കളിച്ച് ടാങ്കറിലോട് അടിക്കുന്ന വെള്ളം. കിണറ്റിലെ വെള്ളം പറ്റിച്ചതും കോർപ്പറേഷൻ വക പൈപ്പ് ലൈൻ പൊളിച്ചു വിടാൻ ഓർഡർ ഇട്ടോ ഞങ്ങളല്ലല്ലോ. ആവശ്യത്തിന് വെള്ളം തന്നില്ലെങ്കിലേ ഞങ്ങൾ നീരാഹാരം കിടക്കും ഇവിടെ. ചാനലുകാരൻ പത്രക്കാരൻ വീണ്ടും വിളിച്ച് വരുത്തണ. നീ എന്റെ കൈ മേടിക്കും? കോയ കയ്യും കാലും ഒന്നും മേടിക്കില്ല. കോയ മേടിക്കണമെങ്കിൽ ഒരു ടാങ്കർ ലോറി മേടിക്കും ഇങ്ങോട്ട് വെള്ളം അടിക്കാനായിട്ട്. എന്നാലും നീ ഇതിനകത്തുനിന്ന് പോവല്ല. നിനക്ക് നാണമില്ലടാ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ. സാർ എത്ര വർഷമായിട്ട് അത് കയറി ഇറങ്ങി നടക്കണത്? സാറിന് നാണാവൂലേ? പോടാ പോടാ. ആ ഞാൻ പൊക്കോളാം. അവസാനം ഞാൻ ജയിലാടി എന്ന് പറയുന്നേട്ടാ. പോടാ ഒരേ മാമാര്. നിനക്കെന്തൊരു ആലോചന? കാറ്റിൽ ഫാം കോമ്പൗണ്ടിന് പുറത്താന്നല്ലേ നീ പറഞ്ഞു? അതെന്താടാ? കുറച്ച് ദിവസം ഡ്യൂട്ടി അവിടെ കിട്ടുമെന്ന് ആലോചിച്ച. നിന്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കയ്യിലില്ല. 3-4 കഷ്ണങ്ങൾ കൂടി ഒരു ഫോൺ ബൂത്താവും. എവിടെയത്? വാ. എന്തേത്? ബാറ്ററി സിം കടന്നില്ലേ? ബാറ്ററി ഞാൻ ചാർജ് ആവാൻ വേണ്ടി വെച്ചേക്കിരുന്ന്. ചാർജ് ആയോ ആവോ? ഹലോ, കബീർ ഭായി അല്ലേ? അത് ശരി. കബീർ ഭായ്, ഉണ്ണികൃഷ്ണൻ. തിരിച്ച് ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. പോകാനുള്ള വണ്ടി ലൈൻ ഫോളിനാകുന്നതിന് മുമ്പ് തിരിച്ചിങ്ങ് എത്തണം. ഇല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ചെയ്തു വെച്ച സെറ്റപ്പ് എല്ലാം പൊളിയും. പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ജീവനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തും. എത്തിയില്ലെങ്കിൽ എന്റെ ജീവൻ ഏമാമാരെടുക്കും. കാത്തോണേ.
ഒരു ദാക്ഷിണ്യം വേണ്ട. സുലൈമാൻ ബാബ ആരാണെന്ന് ഈ പോർട്ട് മുഴുവൻ അറിയണം. കേട്ടല്ലോ? അത് പിന്നെ എനിക്കൊന്നും കേക്കണ്ട. പിരിവ് തരാത്ത ഒരൊറ്റ ഒരുത്തിനെ വെറുതെ വിടണ്ട. അടിച്ച് നിരപ്പായി. ആ കബീരെ, ഇയാളോട് പോയി. കബീരെ, ഓ താനിത് എവിടെയായിരുന്നു? ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതായിരുന്നു. അവരോട് ചെന്ന് കളക്ഷൻ എടുത്തോണ്ട് വാ. പതുങ്ങി മാറി എന്നാലേ മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് ആകെ ഞാൻ. വാ സ്മൈലേ വാ. നിങ്ങളെന്നോട് വേണം. ഞാനല്ല ഇവനാ ചെയ്ത് ഞാൻ നിന്നെ ചോദിച്ചു. ഞാൻ എന്ത് ഇനി നീയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. അല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് ഞങ്ങളോട് പോർക്കില്ല. No, not a devil, don't, not an angel, don't, man, with 1,000 faces, don't.